ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ കൂടുതലാണല്ലേ. നായ കടിച്ചാൽ ആദ്യമായി നാം ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വീഡിയോ ലൈക്ക് ചെയ്യാനും ആവശ്യപ്പെടുകയാണ്. ആദ്യമായി നായ കടിച്ചാൽ നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 1. മുറിവ് അമർത്തിക്കെട്ടരുത്. ഒരിക്കലും നായയുടെ കടിയേറ്റ ഭാഗത്ത് നായ കടിച്ച മുറിവ് ഒരിക്കലും പ്ലാസ്റ്റർ ഒട്ടിച്ചോ തുണി വെച്ചോ മുറുക്കി കെട്ടാൻ പാടില്ല. വൈറസ് ഉള്ളിൽ കുടുങ്ങിക്കിടക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം മുറിവിൽ ഒരിക്കലും തൊടരുത് എന്നുള്ളതാണ്. കൈകൾ വൃത്തിയാക്കാതെ മുറിവിലോ അതിനു ചുറ്റുമുള്ള ഭാഗത്തോ ഒരിക്കലും നിങ്ങൾ തൊടാൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം ആ സമയം നമുക്ക് ഓർമ്മ വേണം. മൂന്നാമത്തത് പരമ്പരാഗത വൈദ്യം ഒരിക്കലും അവലംബിക്കരുത്. ഈ ഒരു വിഷയത്തിൽ മുറിവിൽ മഷി, കുമ്മായം, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന പോലെ ചാരം, കാപ്പിപ്പൊടി, മഞ്ഞൾപ്പൊടി, പച്ചില മരുന്നുകൾ ഇവയൊന്നും പുരട്ടരുത്. ഇത് അണുബാധ കൂട്ടും, പിന്നെ കൂടുതൽ കാര്യങ്ങൾ ക്രിട്ടിക്കലാവും. അടുത്തതായിട്ട് രക്തം വരുന്നത് തടയാൻ തിടുക്കം കൂട്ടരുത്. മുറിവിൽ നിന്ന് അല്പം രക്തം പുറത്തു പോകുന്നത് ഒരു പരിധിവരെ വൈറസുകൾ പുറന്തള്ളാൻ സഹായിക്കും. അമിതമായ രക്തസ്രാവത്തെ പറ്റിയല്ല ഈ പറയുന്നത്. അടുത്ത കാര്യം, മുറിവ് തുന്നിക്കെട്ടരുത്. ഒരിക്കലും തന്നെ മുറിവ്, നായയുടെ കടിയേറ്റ ഭാഗത്ത് മുറിവ് നിങ്ങൾ തുന്നിക്കെട്ടരുത്. വളരെ ആഴത്തിലുള്ള മുറിവാണെങ്കിൽ പോലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ പ്രാഥമികമായി മുറിവ് തുന്നിക്കെട്ടാൻ പാടില്ല. ഇപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആദ്യമായിട്ട് പറഞ്ഞത്. കാരണം ഈ വിഷയത്തിൽ, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരുപാട് ഗുരുതരമായ പിഴവുകൾ നമ്മുടെ നാട്ടുകാരിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ്. മറ്റൊന്ന് ഡൂസാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഉടനടിയായിട്ട് അർജൻസി ആയിട്ട് നാം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ്, സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക. കടിയേറ്റ ഉടനെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. ഒഴുക്കുള്ള പൈപ്പ് വെള്ളത്തിൽ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും സോപ്പിട്ട് ആ കടിയേറ്റ ഭാഗത്ത് മുറിവും പരിസരവും നന്നായി കഴുകുക. തുണി കഴുകുന്ന ബാർ സോപ്പോ ലൈഫ് ബോയോ പോലുള്ള കാസ്റ്റിക് സോഡ അടങ്ങിയ സോപ്പുകൾ ഉപയോഗിക്കുന്നത് വൈറസിനെ നശിപ്പിക്കാൻ കൂടുതൽ സഹായിക്കും. അടുത്തതായിട്ടുള്ളത് ആൻറ്റിസെപ്റ്റിക് പുരട്ടാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം മുറിവിൽ അയോഡിൻ അഥവാ ബെറ്റാഡൈൻ അടങ്ങിയ ആൻറ്റിസെപ്റ്റിക് ലോഷൻ, ക്രീമോ മറ്റോ പുരട്ടാം. അടുത്തതായിട്ട് തുറന്നിടുക. മുറിവ് കഴുകി വൃത്തിയാക്കിയ ശേഷം വായു സഞ്ചാരമുള്ള രീതിയിൽ തുറന്നിടുകയോ ആവശ്യമെങ്കിൽ വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി കൊണ്ട് പതുക്കെ മൂടുകയോ ചെയ്യേണ്ടതാണ്. ഉടനെ തന്നെ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ്. കടിയേറ്റ വളർത്തുനായ ആണെങ്കിൽ പോലും തെരുവ് നായ ആണെങ്കിലും മുറിവ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒട്ടും വൈകാതെ തന്നെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ ആളെ എത്തിച്ച് കൃത്യമായ ചികിത്സ അവർക്ക് ലഭ്യമാക്കുക. അടുത്തത് പ്രതിരോധ കുത്തിവെപ്പാണ് അഥവാ വാക്സിനേഷൻ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ സമയങ്ങളിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ, ആൻറ്റി റാബീസ് വാക്സിന് എടുക്കുക. മുറിവിൻ്റെ തീവ്രതയനുസരിച്ച് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷനും എടുക്കേണ്ടി വരും. ഓക്കെ, ആദ്യമായിട്ട് ഇനി നായ കടിയേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നായയുടെ കടി ഏൽക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്.